പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗോവൻ യാത്രയിൽ നമ്മൾ ഓൾഡ് ഗോവയിലെ ബസലിക്ക ഓഫ് ബോം ജീസസ് പള്ളിയുടെ സമുച്ചയത്തിൽപ്പെട്ട ഒരു പഴയ പള്ളിയുടെ ഉൾവശമാണ് കാണുന്നത്. നമ്മുടെ ഫാമിലി ആയിട്ട് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും മലയാളികളായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. പഴയ കാലത്ത് നമ്മുടെ ഇന്നത്തെ കാലത്തെ സാങ്കേതിക വിദ്യകളെ വെല്ലുന്ന രീതിയിലുള്ള പണികളൊക്കെ ഈ ചുമരിലും അതുപോലെ തന്നെ സീലിങ്ങിലൊക്കെ ചെയ്തത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഒരുപാട് സമയം നമുക്കത് നിന്ന് നോക്കാൻ വേണ്ടി പറ്റും. അത്രക്കും ഭംഗിയുള്ള പണി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. അപ്പോൾ അതിൻ്റെ അൾത്താര വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിരവധിയായിട്ടുള്ള സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരും ഈ ഒരു പള്ളി സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ പിറകു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു പഴയ പള്ളി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചുറ്റുപാടൊക്കെ വളരെ നീറ്റായിട്ട് ഇവിടുത്തെ തൊഴിലാളികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയുടെ ഭാഗങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പെയിൻ്റ് അടിച്ചിട്ടായാലും തകർന്നിട്ടുള്ള കല്ലുകളൊക്കെ നല്ല രീതിയിൽ കെട്ടി നല്ല രീതിയിൽ അത് പരിപാലിച്ചിട്ടുണ്ട്. വലിയ ഒച്ചപ്പാടുകളൊന്നും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റില്ല. നല്ല പ്രകൃതി ഭംഗി, അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ നമ്മുടെ പച്ചപ്പും ഹരിതാവൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ പള്ളിയുടെ മുൻഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്ന കാഴ്ചകളൊക്കെ ഇതാണ്. അമ്പലത്തിൻ്റെ മുന്നിൽ 1-2 പട്ടികൾ ഇരിക്കുന്നുണ്ട്. നല്ല വെയിലാണ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പറ്റുന്നത്. ഈ ഭാഗത്ത് എവിടെ പോയാലും വെയിലുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് സൈഡിൽ കുറച്ച് മരമൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ല പച്ചപ്പുണ്ട്, പൊതുവെ തണുപ്പുമുണ്ട് എന്നാണ് പറയാൻ വേണ്ടി തോന്നുന്നു ഈ ഒരു വെയിലത്ത് നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ മുൻഭാഗത്ത്, ഈ ഒരു പഴയ പള്ളിയുടെ മുൻഭാഗത്ത് ഒരുപാട് നിർമ്മിതികൾ കാണാൻ വേണ്ടി പറ്റും. പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഇതിനെക്കുറിച്ച് അറിയുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ എന്താണെന്ന് കൃത്യമായി പറയാൻ വേണ്ടി പറ്റും. നമ്മളൊക്കെ ഇവിടെ വന്ന് കാണുമ്പോൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്, അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കുറേയേറെ ഫലകങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എന്തൊക്കെയോ കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, ചിലതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. എന്നാണെന്നും നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ഭാഷകളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും ഓൾഡ് ഗോവയിൽ വന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഈ ഓൾഡ് ഗോവയിലെ ഈ പള്ളി സമുച്ചയം. അതിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പാർട്ടി നഗരം എന്നതിലുപരി ഏറെ സമാധാനപരമായിട്ട് നമുക്ക് വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലമാണ് ഓൾഡ് ഗോവയിലെ ഈ ഒരു പള്ളി സമുച്ചയം. വരുന്നവർ എന്ത് തന്നെയായാലും മിസ്സാക്കാൻ വേണ്ടി പറ്റാത്തൊരു സ്ഥലം തന്നെയാണിത്.